2024-25 വർഷം അധ്യാപകരുടെ വിവരങ്ങൾ എങ്ങനെ യുഡൈസ് പ്ലസ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യാം, മറ്റു സ്കൂളുകളിൽ നിന്നും അധ്യാപകരെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. udicesplus.gov.in എന്ന പോർട്ടലിൽ പ്രവേശിച്ച് ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ടീച്ചർ മൊഡ്യൂളിൽ ലോഗിൻ ചെയ്യുക. സ്കൂളിൻ്റെ യുഡൈസ് കോഡ് യൂസർ ഐഡിയായും പാസ്വേഡ് നൽകിയും ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ശേഷം താഴെ കാണുന്ന ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ ടീച്ചർ DCF ടു ഫിൽ ദ ഡേറ്റ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ ലഭ്യമായ അധ്യാപകരുടെ വിവരങ്ങളും മറ്റ് സ്കൂളുകളിൽ നിന്ന് ട്രാൻസ്ഫറായി വരുന്ന അധ്യാപകരുടെ വിവരങ്ങളും മാത്രമാണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. പുതുതായി സർവീസിൽ ജോയിൻ ചെയ്ത് അധ്യാപകരുടെ വിവരങ്ങൾ ചേർക്കുന്നതിന് പിന്നീട് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ടോട്ടൽ ടീച്ചിംഗ് സ്റ്റാഫ് ഇൻ പൊസിഷൻ എന്നതിന് നേരെയുള്ള ആകെ അധ്യാപകരുടെ എണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭ്യമാകുന്ന അധ്യാപകരുടെ വിവരങ്ങളിൽ നിന്നും 3 തലങ്ങളിലുള്ള വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 1. ജനറൽ പ്രൊഫൈൽ, 2. അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിംഗ് പ്രൊഫൈൽ, 3. ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ്. ഇതിൽ ആദ്യമായി ജനറൽ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. തന്നിരിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുക. എഡിറ്റ് ചെയ്യേണ്ട വിവരങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കുക. അക്കാദമിക് ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. തന്നിരിക്കുന്ന വിവരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ മാറ്റം വരുത്തി അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ മൊഡ്യൂളായ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിംഗ് പ്രൊഫൈലിൽ പ്രവേശിക്കുക. നിയമനവുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ ആയതിനാൽ തന്നെ തന്നിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി പരിശോധിക്കുക. SSK നിയമിച്ച സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ ടൈപ്പ് ഓഫ് ടീച്ചർ എന്ന ഹെഡിലെ 5ാമത്തെ ഓപ്ഷനായ ഇൻസ്ട്രക്ടർ പൊസിഷൻഡ് ആസ് പെർ RTE എന്ന് സെലക്ട് ചെയ്ത് അവരുടെ നിയമനം ലഭിച്ച പാരന്റ് സ്കൂളിൽ രേഖപ്പെടുത്തുക. തന്നിരിക്കുന്ന വിവരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ മാറ്റം വരുത്തി അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് 3ാമത്തെ മൊഡ്യൂളായ ട്രെയിനിങ് ആൻഡ് അതർ ഡീറ്റെയിൽസ് എന്ന മൊഡ്യൂളിൽ പ്രവേശിക്കുക. ഈ മൊഡ്യൂളിൽ അധ്യാപകർക്ക് ലഭിച്ച പരിശീലനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണുള്ളത്. കേട്ടറ്റ്, നെറ്റ് പോലുള്ളവ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ 3.2.30 എന്ന ഓപ്ഷൻ യെസ് എന്നാക്കി മാറ്റുക. ക്വാളിഫൈ ആയ വർഷം കൊടുക്കുക. എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തി അപ്ഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു അധ്യാപികയുടെ വിവരം പൂർത്തിയാക്കാവുന്നതാണ്. ഇപ്രകാരം മറ്റ് അധ്യാപകരുടെ വിവരങ്ങളും പൂർത്തിയാക്കേണ്ടതാണ്. സ്കൂൾ ലെവലിൽ കറക്ഷൻ സാധ്യമല്ലാത്ത അധ്യാപകരുടെ പേര്, ജെൻഡർ, ജനനത്തീയതി, ജോയിനിങ് ഇൻ സർവീസ്, ആധാർ നമ്പർ എന്നിവ BRCയുമായി ബന്ധപ്പെട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ആയതിന് ഹോം പേജിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് MIS എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ബന്ധപ്പെടേണ്ട നമ്പർ ലഭിക്കുന്നതാണ്. ഒരു വിദ്യാലയത്തിൽ നിന്നും അധ്യാപകർ സ്ഥലം മാറിപ്പോവുകയോ വിരമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അധ്യാപകരുടെ ലിസ്റ്റിൽ നിന്നും ലെഫ്റ്റ് സ്കൂൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. ബന്ധപ്പെട്ട അധ്യാപകൻ സ്കൂളിൽ നിന്നും മാറുന്നതിനുള്ള കാരണം സെലക്ട് ചെയ്യുക. റിമാർക്സ് എൻ്റർ ചെയ്യുക. ലെഫ്റ്റ് സ്കൂൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ ആ അധ്യാപകൻ ആ സ്കൂളിൽ നിന്നും റിമൂവ് ആകുന്നതും ഡ്രോപ്പ് ബോക്സിൽ ലഭ്യമാകുന്നതുമാണ്. ഡ്രോപ്പ് ബോക്സിൽ ലഭ്യമായ അധ്യാപകരെ മറ്റു സ്കൂളുകൾക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം? ഹോം പേജിൽ നിന്നും ഇടതുവശത്തുള്ള ഇമ്പോർട്ട് ടീച്ചർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നാഷണൽ ടീച്ചർ കോഡ്, ജനനത്തീയതി എന്നിവ അറിയുമെങ്കിൽ എൻ്റർ ചെയ്ത് ഗോ ബട്ടൺ പ്രസ് ചെയ്ത് അധ്യാപകരെ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. നാഷണൽ ടീച്ചർ കോഡ്, ജനനത്തീയതി എന്നിവ അറിയില്ലെങ്കിൽ ടീച്ചർ ഡ്രോപ്പ് ബോക്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, ബ്ലോക്ക്, സ്കൂൾ
എന്നിവ സെലക്ട് ചെയ്യുക. സ്കൂളിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എൻ്റർ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ സ്കൂളുകൾ ലിസ്റ്റ് ചെയ്തു തുടങ്ങും. ഡ്രോപ്പ് ബോക്സിൽ ലഭ്യമായ അധ്യാപകരുടെ പേര് വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റിൽ നിന്നും ബന്ധപ്പെട്ട അധ്യാപകരുടെ നാഷണൽ ടീച്ചർ കോഡ് ലഭ്യമാവും. ഈ ടീച്ചർ കോഡും ജനനത്തീയതിയും വെച്ച് ഇമ്പോർട്ട് മൊഡ്യൂളിൽ നിന്നും അധ്യാപകരെ സ്കൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ റിമാർക്സ്, സ്കൂളിൽ ജോയിൻ ചെയ്ത തീയതി, നേച്ചർ ഓഫ് അപ്പോയിൻമെൻറ്റ് എന്നിവ രേഖപ്പെടുത്തി ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം സ്കൂളിൽ നിലവിലുള്ള മുഴുവൻ അധ്യാപകരുടെ എണ്ണവും വിവരങ്ങളും പൂർണ്ണമായാൽ ക്ലിക്ക് ഹിയർ ടു മാർക്ക് കംപ്ലീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അധ്യാപകരുടെയും അനധ്യാപകരുടെയും എണ്ണം പരിശോധിക്കുക. റിമാർക്സ് എൻ്റർ ചെയ്ത് ഡിക്ലറേഷൻ മാർക്ക് ചെയ്ത് അപ്ഡേറ്റ് സ്റ്റാറ്റസ് പ്രസ് ചെയ്യുക. ഇപ്രകാരം UDIS 2024-25 വർഷത്തെ ടീച്ചർ മൊഡ്യൂൾ പൂർത്തിയാക്കാവുന്നതാണ്.